ഹാപ്പി ഇൻഡിപെൻഡൻസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ വിക്ടോറിയസിൽ ഏറ്റവും കൂടുതൽ എനിക്ക് കിട്ടുന്ന ക്വറീസ് എന്താണെന്ന് വെച്ചാൽ എന്തൊക്കെയാണ് ആക്സസറീസ് ചെയ്യേണ്ടത്, മിനിമം ബേസ് മോഡലാണെങ്കിൽ ഏത് മോഡലാണെങ്കിലും എന്താണ് മിനിമം ആയിട്ട് ചെയ്യേണ്ട ആക്സസറീസ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറ് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നോക്കാം. ഇത് എല്ലാവർക്കും ഉപകാരപ്പെടണമെന്നില്ല, എല്ലാവരും കാറിൽ അടിപൊളിയായിട്ട് നോളജുള്ള ആൾക്കാരാവണം നിർബന്ധമല്ല. അപ്പോൾ ഈ അങ്ങനെ ഡൗട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഞാൻ എന്തൊക്കെ ചെയ്തു, എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് എന്താണെന്നുള്ള കാര്യമാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് കേട്ടോ. പ്യുവർലി വിക്ടോറിയസ് LXA അല്ലെങ്കിൽ ഏതെങ്കിലും മോഡലിൽ നിങ്ങൾക്ക് ആക്സറീസിൻ്റെ ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമാവും കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് തന്നെ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഒരു നല്ലൊരു ഫോഗ് ലാമ്പ് ആഡ് ചെയ്യാണ് ബെസ്റ്റ് ഓപ്ഷൻ കേട്ടോ. ഫോഗ് ലാമ്പ് ഞാൻ ആഡ് ചെയ്തിട്ടില്ല, ഞാൻ ആഡ് ചെയ്യാൻ നിൽക്കുന്നുണ്ട്. ഞാൻ ഇപ്പോൾ അടുത്ത് എന്തായാലും ആഡ് ചെയ്യും. അപ്പോൾ ഫോഗ് ലാമ്പാണ് ആഡ് ചെയ്യേണ്ടത്. ഫോഗ് ലാമ്പ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല വെളിച്ചം കാര്യങ്ങളും കിട്ടും കേട്ടോ. റെയിൻ ഗാർഡ് അതേപോലെ സൈഡിൽ ബീഡിങ്, ഈ രണ്ട് കാര്യങ്ങളാണ് മെയിനായിട്ട് സൈഡിൽ ചെയ്യേണ്ടത്. സ്റ്റെപ്പ് വേണമെങ്കിൽ മാത്രം ചെയ്യാം കേട്ടോ. പിന്നെ ഡോർ ഹാൻഡിലൊന്നും പെയിൻറ്റ് അടിക്കാനും മറക്കണ്ട കേട്ടോ, ബോഡി കളറിലേക്ക് വേണ്ട. പിന്നെ ചെയ്യേണ്ട സാധനം ബാക്കിൽ LXA മോഡലാണെങ്കിൽ ഒരു ക്യാമറ ഫിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ഓപ്ഷൻ ഉള്ളത്. ക്യാമറ താഴെ ഫിറ്റ് ചെയ്യുന്ന പരിപാടി ഉണ്ട്, അവിടെ ചെയ്യാതിരിക്കുക. മേലെ ബ്രാക്കറ്റ് വെച്ചിട്ട് മാത്രം ചെയ്യുക കേട്ടോ. അതാണ് വൃത്തി കാണാൻ, അല്ലാതെ വെറുതെ ചെയ്ത് മോശമാക്കരുത്. ഇത്ര കാര്യങ്ങളാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ടെയിൽ ലാമ്പ് നിങ്ങൾക്ക് വെക്കാവുന്നതാണ്. അപ്ലൈനൊരു ഫുൾ ഫിനിഷിങ് ലുക്ക് വരുന്നുള്ളൂ. എനിക്കിത് വെക്കാൻ പറ്റിയിട്ടില്ല, ഞാൻ എന്തായാലും ഇപ്പോൾ അടുത്ത് വെക്കും കേട്ടോ. പ്രീമിയം സീറ്റ് കവർ അങ്ങനെയൊക്കെയാണ് അവർ പറഞ്ഞത്. ഒരു നല്ല മെറ്റീരിയൽ, നല്ല കുഷനും കാര്യങ്ങളുണ്ട്. ഞാൻ നോക്കി, കുറച്ച് റേറ്റ് കൂടുതലാണ്, 10,000 രൂപയുടെ അടുത്ത് വരുന്നുണ്ട്. പക്ഷേ ഈ നമ്മുടെ സീറ്റ് ഒരു റെക്സിൻ സീറ്റാണ്, അപ്പോൾ അതിൻ്റെ ഒരു സുഖമില്ല. അപ്പം ബെറ്റർ ഈ സീറ്റ് കവർ ചെയ്യുക. ഈ സീറ്റ് കവർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ ഫ്ലോർ മാറ്റ് ചെയ്യുക കേട്ടോ. ഇവിടെയുള്ള ഈ ഒരു മാറ്റില്ലേ, ഈ ഒരു മാറ്റ്, ഇത് കുറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫ്ലോർ മാറ്റ് ചെയ്യുക. ഇത് എന്താ പറയുക, 3D മാറ്റാണ്. ഈ 3D മാറ്റിൻ്റെ ഇവിടെ ഞാൻ മുറിച്ചിരിക്കുക കേട്ടോ, കാണാമല്ലോ. അത് അതിൻ്റെ അടിയിൽ കുടുങ്ങിയിട്ട് എനിക്ക് അവിടെ നിന്ന് തന്നതാണ്, ഷോറൂം തന്നാണ്. അത്രത്തോളം അത് അവിടെ മടങ്ങി കിടന്നു. ഞാൻ എത്ര മടക്കിയിട്ടും അത് അവിടെ വരുന്നില്ല. നമുക്ക് ബ്രേക്ക് കിട്ടുമ്പോൾ ഭയങ്കര ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അതിൻ്റെ അടിയിൽ വന്നിട്ട് ബ്രേക്ക് മര്യാദയ്ക്ക് പ്രോപ്പറായിട്ട് ചവിട്ടാൻ പറ്റാത്ത രീതിയിലൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ കട്ട് ചെയ്ത് കളയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് നിങ്ങൾക്ക് പുറത്തുനിന്ന് വാങ്ങാവുന്നതേ ഉള്ളൂ. ഈ ഫ്ലോർ മാറ്റ് എന്തായാലും ചെയ്യണം കേട്ടോ. ഫ്ലോർ മാറ്റ് അവിടുന്ന് ഷോറൂമിൽ നിന്ന് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ സീറ്റ് കവറും ചെയ്യാറുണ്ട്. കാരണം ഒരുപക്ഷെ ഇത് ഊരിയിട്ടാണ് വെക്കുന്നത് വെച്ചാൽ പിന്നെ ഒരുമിച്ച് ചെയ്യാവുന്നതല്ലേ നല്ലത് എന്നുള്ള രീതിയിലാണ്. ചിലപ്പോൾ ഊരിയിട്ടാണെന്ന് അറിയില്ല, എങ്ങനെയായാലും വെക്കുന്നത് ഊരിയിട്ടാണെന്ന് എൻ്റെ അണ്ടർസ്റ്റാൻഡിങ്. സീറ്റ് ഊരിയിട്ടാണെങ്കിൽ പിന്നെ ഓൾറെഡി അത് ഒരുമിച്ച് ചെയ്യുന്നതാണ് ബെറ്റർ എന്ന് തോന്നുന്നു. എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് അങ്ങനെയാണ്. പിന്നെ ചെയ്യേണ്ടതായിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഡാഷ് ക്യാമറ കേട്ടോ. നിങ്ങൾക്ക് ഒരുപാട് വിലയിൽ ഡാഷ് ക്യാമറ കിട്ടും. അറ്റ്ലീസ്റ്റ് ഒരു ചെറിയ ഡാഷ് ക്യാമറയെങ്കിലും ഫിറ്റ് ചെയ്ത് വെക്കുക കേട്ടോ. ബാക്കിലും മുന്നിലും ക്യാമറ ഉള്ളത് തന്നെ വെക്കാൻ ശ്രമിക്കുക. ഇത് ഞാൻ സ്വന്തം ചെയ്തതാണ്. ക്യൂബോ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെയാണ്. പഴയ വണ്ടിയിൽ നിന്ന് എടുത്ത് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ പ്രൈസ് എക്സ്ട്രാ വന്നിട്ടില്ല. ഞാൻ 8 രൂപേൻ്റെ അടുത്തെന്താണ് അന്ന് ഓഫറിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഏകദേശം 10,000 റേഞ്ചിൽ നല്ല സാധനം കിട്ടാനുണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി ഇത് ചെയ്യാം കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് കൂടുതൽ വീഡിയോ ചെയ്യാനുള്ള ഒരു പ്രചോദനം കേട്ടോ. അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല.